മാർച്ച് 1, 2, 3 തീയതി വരെ ഫിൻവേഴ്സിന്റെ 7 ബ്രാഞ്ചുകളിലും അഡ്മിഷൻ എടുത്ത കുട്ടികളെ ബാംഗ്ലൂരിലേക്ക് ഒരു ഫ്രീ ട്രിപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ നറുക്കെടുപ്പാണ് നടക്കുന്നത്. ആദ്യമായി നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് വണ്ടൂർ ബ്രാഞ്ചിനെയാണ്. അപ്പോൾ വണ്ടൂർ ബ്രാഞ്ച് നറുക്കെടുക്കുന്നതിന് വേണ്ടി അതിന്റെ നമ്മളെ ബോക്സിലേക്ക് വണ്ടൂർ ബ്രാഞ്ചിന്റെ മുഴുവൻ ഏകദേശം 200ഓളം കുട്ടികൾ വണ്ടൂർ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് മനോജ് മാഷ് പറയും. അപ്പോൾ മനോജ് മാഷെ വണ്ടൂർ ബ്രാഞ്ചിന്റെ ബോക്സിലേക്ക് പിന്നെ നമ്മളെ ഓരോ കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും പിന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഓക്കെ, മനോജ് സാർ. നമ്മൾ അഡ്മിഷൻ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടൂർ ബ്രാഞ്ചിന് വളരെ ആവേശകരമായ ഒരു പ്രതികരണമാണ് ലഭിച്ചത്. ഒരുപാട് കുട്ടികൾ അതിന്റെ ഭാഗമായി അഡ്മിഷന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർച്ച് 1, 2, 3 തീയതികളിൽ വരെ ഉള്ള കുട്ടികൾ അഡ്മിഷൻ എടുത്ത കുട്ടികളിൽ നിന്നാണ് നറുക്കെടുക്കുന്നത്. ഏത് ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഏത് ഭാഗ്യവതിക്കാണ് ഇത് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 200-ലധികം അഡ്മിഷൻ അതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന കുട്ടിക്കായിരിക്കും ഈ യാത്രയ്ക്കുള്ള അവസരം ലഭിക്കുക. നിലമ്പൂർ ബ്രാഞ്ചിന്റെ ഡയറക്ടർ ബഷീർ സാറ് പിന്നെ നമ്മളെ ബോക്സിൽ കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി വരികയാണ്. ബഷീർ സാർ. നിലമ്പൂർ ബ്രാഞ്ചാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഓഫറാണ് കുട്ടികൾക്ക് കൊടുത്തത്. തീർച്ചയായിട്ടും അതിൻ്റെ റെസ്പോൺസ് നല്ലതായിട്ടുണ്ടായിരുന്നു. ഏകദേശം 80-ലടുത്ത് കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ആരാണ് അതിലെ ഭാഗ്യവാന്മാരെന്നുള്ള അറിയുന്ന ദിവസമാണ് ഇന്ന്. എല്ലാവരും വളരെ ക്യൂരിയസ് ആണ്, ആകാംക്ഷ കാത്തിരിക്കുകയാണ്. ഇതേലാ ഭാഗ്യവാന്മാർ ഇതിലൊരാളാണ്. ഏറ്റവും പുതിയ ബ്രാഞ്ചായ അരീക്കോട് ബ്രാഞ്ചിന്റെ പുതിയ ഡയറക്ടർ ബഷീർ സാറാണ്. ബഷീർ സാർ ക്ഷണിക്കുന്നു. അരീക്കോട് ബ്രാഞ്ചിലെ കുട്ടികളുടെ പേരുകളാണ് ഈ ബോക്സിലേക്ക് ഇടുന്നത്. ഫിൻവേഴ്സ് എല്ലാ വർഷവും വ്യത്യസ്തമായ രീതിയിൽ കുട്ടികൾക്ക് പുതിയ പുതിയ ഓഫറുകൾ, മത്സരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ബാംഗ്ലൂർ ടിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ നറുക്കെടുപ്പ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ആ ഭാഗ്യവതി അവർക്കെല്ലാം ആശംസയും നേരുകയാണ്. കരുവാരൂർ ബ്രാഞ്ചിൽ ഫുട്ബോളിലൊക്കെ എല്ലാ വർഷവും കപ്പടിക്കുന്ന, കഴിഞ്ഞ വർഷം മാത്രം കപ്പടിക്കാതെ കരുവാരൂർ ബ്രാഞ്ചാണ്. കരുവാരൂർ ബ്രാഞ്ച് ഡയറക്ടർ അഫ്സൽ സാർ ഒരുക്കിയിട്ടാണ് ഇടുന്നത്. കാരണം ചെറിയൊരു ട്രിപ്പല്ല. നമ്മൾ 1, 2, 3 തീയതികൾ വരെ നടത്തിയ അഡ്മിഷൻ ഫെസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 100ഓളം കുട്ടികളാണ് കരുവാരക്കുണ്ട് ബ്രാഞ്ചിൽ അഡ്മിഷൻ എടുത്തത്. അവരെ മൊത്തത്തിൽ +1ഉം +2 അടക്കമുള്ള കുട്ടികളെ മൊത്തത്തിൽ നമ്മളിതുപോലെ പേര് എഴുതിയിട്ട് ഇതിലേക്ക് നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ആരാണ് ആ ഭാഗ്യവാൻ എന്ന് അല്ലെങ്കിൽ ഭാഗ്യവതി നമുക്ക് ഒന്ന് നോക്കാം. ഏകദേശം ഒരു ഫ്ലൈറ്റ് യാത്രയാണ് ഫിൻവേഴ്സ് ഈ ഒരു ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള അവസരം കരുവാരക്കുണ്ട് ബ്രാഞ്ചിൽ നിന്ന് ഏത് കുട്ടിക്കാണ് എന്ന് നമുക്ക് കുറച്ച് സമയം കൊണ്ട് അറിയാം. താങ്ക് യു. അടുത്തത് നമ്മളെ പൂക്കോട്ടുംപാടം ബ്രാഞ്ചിന്റെ മുജീബ് സാറിന്റെ ഇവിടെ. മുജീബ് സാറ് നമ്മൾ എന്ത് ചെയ്യും, നറുക്കെടുക്കാൻ വേണ്ടി നമ്മളിതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വരികയാണ്. വരും മുജീബ് സാർ. പൂക്കോട്ടുംപാടം ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളും കുട്ടികളും വളരെ ആവേശപൂർവ്വമാണ് ഈ അഡ്മിഷൻ ഫെസ്റ്റിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഏതാണ്ട് 55ഓളം കുട്ടികളാണ് പൂക്കോട്ടുംപാടം ബ്രാഞ്ചിൽ നിന്ന് ഈ ഒരു അഡ്മിഷൻ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതിൽ +1ഉം +2, 9th ഫൗണ്ടേഷൻ അടക്കമുള്ള വിദ്യാർത്ഥികളിൽ നിന്ന്. സാധാരണ ഫിനിക്സ് എപ്പോഴും അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നടത്തുന്ന മത്സര പരീക്ഷകളാണ് ക്യാഷ് പ്രൈസ് കൊടുക്കാറ്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഡ്മിഷൻ തന്നെ ഒരു ക്യാഷ് പ്രൈസോട് കൂടെ നടത്തുന്ന ഒരു സെറമണിയാക്കി കൂടെ. ഏതാനും വിജയികൾക്ക് ഏറ്റവും വിജയം ആശംസിക്കുകയാണ്. ഭാഗ്യവാനെ നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും അവസാനമായി നമ്മളെ കാളികാവ് ബ്രാഞ്ച്, നമ്മൾ ആദ്യം തുടങ്ങിയ ബ്രാഞ്ച് കാളികാവ് ബ്രാഞ്ചാണ്. ഏറ്റവും അവസാനം നമ്മളിതിൽ ബോക്സിൽ ഫില്ല് ചെയ്യുന്ന കാളികാവ് ബ്രാഞ്ചാണ്. കാളികാവ് ബ്രാഞ്ചിൽ KM സാർ ക്ഷണിക്കുന്നത്. കാളികാവ് ബ്രാഞ്ചിൽ 53 കുട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുത്തത്. ഈ 53 കുട്ടികളിൽ ആരാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഭാഗ്യവാൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 6 ബ്രാഞ്ചുകളും എന്ത് ചെയ്യുന്നു, നമ്മളെ ഇതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എൻട്രൻസ് ക്യാമ്പസ് ആണ്. എൻട്രൻസ് ക്യാമ്പസിൽ ഏകദേശം 5-6 കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ അവരതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് പിന്നെ ഒരുപാട് കുട്ടികൾ വരാൻ നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല.
ഇനി നമ്മൾ ഏകദേശം 500-ന് മുകളിൽ കുട്ടികൾ, ഏകദേശം 600ഓളം കുട്ടികൾ നമ്മളെ ഓരോ ബ്രാഞ്ചിൽ അഡ്മിഷൻ എടുത്തു. ഇനി ഓരോ ബ്രാഞ്ച് വൈസ് നമ്മൾ നറുക്കെടുക്കുകയാണ്. നമുക്ക് 10 കുട്ടികൾക്കാണ് നമ്മൾ ഓഫർ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഒരു കുട്ടിയെ ആദ്യം സെലക്ട് ചെയ്യും. അതിനുശേഷം മൊത്തം ബ്രാഞ്ചുകൾ ഒറ്റ ഒന്നിലിട്ടിട്ട് വേറെ 4 പേരെയും സെലക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ബ്രാഞ്ചിലും ഒരു കുട്ടി ഉണ്ടാവും, പിന്നെ 4 പേര് ഈ 6 ബ്രാഞ്ചിൽ നിന്നും ഉണ്ടാവും. ഓക്കെ, നറുക്കെടുപ്പ് തുടങ്ങുകയാണ്. ഫസ്റ്റ് നറുക്കെടുക്കുന്നത് വണ്ടൂർ ബ്രാഞ്ചിനെയാണ്. വണ്ടൂർ ബ്രാഞ്ചിൽ ഒരുപാട് കുട്ടികൾ, 200 മുകളിൽ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അതിൽ വെച്ച് കുലുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വലിയൊരു പാത്രത്തിൽ കുലുക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നറുക്കെടുക്കുന്നത്. അപ്പോൾ നറുക്കെടുക്കാൻ വേണ്ടി മനോജ് സാർ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നറുക്കെടുക്കുന്ന സ്റ്റാഫ് സെക്രട്ടറിനെ ആയിക്കോട്ടെ. ക്ഷണിക്കുന്നു. ഏറ്റവും നല്ല ഒരു കുട്ടിയായിരിക്കും ഇതെടുക്കുന്നത്, കിട്ടുന്നത്. ഭാഗ്യവാൻ ആരാണ്? ഭാഗ്യവാൻ ആരാണ്? ഭാഗ്യവതി. ആദ്യത്തെ ഭാഗ്യശാലി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഭാഗ്യശാലി വണ്ടൂർ ബ്രാഞ്ചിലാണ്. അയ അശ്മിൻ KP വണ്ടൂർ ബ്രാഞ്ചിലാണ്. അവരുടെ അഡ്മിഷൻ നമ്പർ 2039 ആണ് അഡ്മിഷൻ നമ്പർ. ബ്രാഞ്ച് വണ്ടൂർ ബ്രാഞ്ചിൽ ഫസ്റ്റ് കുട്ടിയാണ് അയ അശ്മിൻ KP. നമ്മളെ കൂടെ പിന്നെ മെയ് ലാസ്റ്റ് വീക്ക് നമ്മൾ പ്രഖ്യാപിച്ച നമ്മളെ ബാംഗ്ലൂർ ട്രിപ്പിലേക്ക് അങ്ങോട്ട് ഫ്ലൈറ്റിലും തിരിച്ച് ട്രെയിനിലും പോകുന്ന ഒരു നല്ലൊരു ട്രിപ്പിൽ അയാഷ്മിനാണ് ഫസ്റ്റ് ഉള്ളത്. രണ്ടാമത് നമ്മൾ നിലമ്പൂർ ബ്രാഞ്ചാണ്. നിലമ്പൂർ ബ്രാഞ്ചിന്റെ ഡയറക്ടർ നമ്മളുടെ ബഷീർ സാർ. അവിടെയും ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഈ ഇത് മാറ്റിയിട്ട് നമ്മൾ ഞാൻ നിസാർ സാറെയാണ് ക്ഷണിക്കുന്നത്. നിസാർ സാർ നമ്മുടെ എൻട്രൻസ് ക്യാമ്പസ് ഡയറക്ടർ നിസാർ സാറാണ് അത് നറുക്കെടുക്കാൻ വേണ്ടി വരുന്നത്. നിസാർ സാർ നിലമ്പൂർ നിന്നുള്ള ആ ഭാഗ്യവാൻ ആരാന്ന് നോക്കാം. ഗൗതം ടി ആണ് ആ ഭാഗ്യവാൻ. നിലമ്പൂർ ബാങ്കിൽ നിന്നുള്ള ഗൗതം ടി ആണ് ആ ഭാഗ്യവാൻ. ഓക്കെ, 270 ആണ് അഡ്മിഷൻ നമ്പർ. ഓക്കെ, മൂന്നാമത്തത് നമ്മൾ അരീക്കോട് ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് അരീക്കോട് ബ്രാഞ്ച്. അരീക്കോട് ബ്രാഞ്ചിന്റെ നമുക്ക് അതിൽ തന്നെ എടുത്താൽ അരീക്കോട് ബ്രാഞ്ചിന്റേതാണ് നമ്മളെ അരീക്കോട് ബ്രാഞ്ച് ഡയറക്ടർ വരികയാണ്. അദ്ദേഹം നമ്മളെ പിന്നെ ഏറ്റവും പുതിയ ബ്രാഞ്ചാണ്. അവിടെ തന്നെ അത്യാവശ്യം 50-ന് മുകളിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്. ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് അരീക്കോട് ബ്രാഞ്ച്. അപ്പൊ അതില് 50ഓളം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ആരാണ് ആ ഭാഗ്യശാലി നമുക്ക് നോക്കാം. അരീക്കോട് ഏറ്റവും പുതിയ ബ്രാഞ്ചിലെ ആരാണ് ഭാഗ്യശാലി നോക്കാം. തെൻഹ AP അഡ്മിഷൻ നമ്പർ 2001 ആണ്. തെൻഹ APയെ ക്ഷണിക്കുകയാണ്. സോറി, തെൻഹ AP ആണ് മൂന്നാമത്തെ പിന്നെ നമ്മളെ ഭാഗ്യശാലി അരീക്കോട് ബ്രാഞ്ചിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കരുവാണ്ട് ബ്രാഞ്ചാണ്. കരുവാണ്ട് ബ്രാഞ്ച് ഡയറക്ടർ അഫ്സൽ സാറ് ക്ഷണിക്കുകയാണ്. അടക്കം 100ഓളം കുട്ടികൾ വലിയ ആവേശത്തിൽ രക്ഷിതാക്കളും കൂടി താല്പര്യത്തോടെ നടത്തിയ ഈ ഒരു അഡ്മിഷൻ ഫെസ്റ്റിൽ ആരാണ് ആ ഭാഗ്യശാലി, ബാംഗ്ലൂർ ട്രിപ്പിലേക്കുള്ള ഭാഗ്യശാലി ബ്രാഞ്ചിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്ററായ കൂട്ടുപാടം ബ്രാഞ്ച് ജീവ് സാറെയാണ് ക്ഷണിക്കുന്നത്. ടാസ്ക്കാണ് എനിക്ക് തന്നിട്ടുള്ളത്. കരുവാരക്കുണ്ടൊരു ഭാഗ്യവതിയെ തിരഞ്ഞെടുത്താണ്. കരുവാരുണ്ടിലെ ഭാഗ്യശാലി ആരാ നോക്കാം.
ഫാത്തിമ സജ 2009 അഡ്മിഷൻ നമ്പർ +2 ആണ് കുട്ടി. ഫാത്തിമ സജയാണ് അഭാഗ്യശാലി. പൂക്കൂടമ്പാളം ബ്രാഞ്ച് ഡയറക്ടർ മുജീബ് സാറാണത്. അവരുടെ നിയന്ത്രിക്കാൻ വരുന്നത്, അവരുടെ നറുക്കെടുപ്പ് നിയന്ത്രിക്കാൻ വേണ്ടി വരുന്നത് മുജീബ് സാർ. പൂക്കോട്ടുംപാടം ബ്രാഞ്ചിലെ ഭാഗ്യശാലിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മളെ ഇൻട്രസ്റ്റ് കൺട്രോളർ സുപരിചിതനായ നമ്മുടെ സീനിയർ ഡയറക്ടർ കൂടിയായ മനോജ് സാറിനെ ആദരവോടെ ക്ഷണിക്കുക. കുടുംബത്തെ ആ ഭാഗ്യവാൻ ആരാണെന്ന് നോക്കാം. ഇതാണ് കൊടുക്കാൻ ഷബീർ സാറിന് കൊടുക്കാണ്. പൂക്കോടമ്പാടത്തുനിന്ന് ദേവിക പി 236 പൂക്കോടമ്പാടം ബ്രാഞ്ചിലെ അഡ്മിഷൻ നമ്പർ +2 ആണ്. ദേവിക ഏറ്റവും അവസാനത്തെ ബ്രാഞ്ച് നറുക്കെടുപ്പാണ്. കാളികാവ് ബ്രാഞ്ച് നറുക്കെടുക്കാൻ വേണ്ടി KM സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ കാളികാവ് ബ്രാഞ്ചിന്റെ നറുക്കെടുപ്പാണ്. അപ്പോൾ അതിന് നറുക്കെടുക്കാൻ വേണ്ടി നമ്മുടെ അരീക്കോട് ബ്രാഞ്ചിന്റെ ഡയറക്ടർ റഷീദ് സാർ. ഓക്കെ, ആരാണ് ഭാഗ്യവാൻ പകുതി നോക്കാം. ഈ അവസരം തന്ന KM സാർ പ്രത്യേകം നന്ദി പറയാം. ഇങ്ങനെ കാളികാവിലെ ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാ നോക്കാം. അനാമി MK. അനാമി MK 2022. ഓക്കെ, അപ്പോൾ 6 ബ്രാഞ്ചിന്റെയും നറുക്കെടുപ്പ് കഴിഞ്ഞു. ദേവിക പി, അനാമി MK, ഫാത്തിമ സജ, അതേപോലെ തെൻഹ AP, അതേപോലെ ഗൗതം ടി, അതേപോലെ അയ അശ്മി. റിസൾട്ട് വരുന്നത് പോലെ തന്നെ ആൺകുട്ടി ഒരാളേ ഉള്ളൂ, ബാക്കി 5 പേരും പെൺകുട്ടികളാണ്. റിസൾട്ടിലും സാധാരണ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് ആൺകുട്ടികളുടെ ബാക്കിലൊന്നും അല്ല എങ്കിൽ പോലും ഒരു ആൺകുട്ടിയും 5 പെൺകുട്ടികളുമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിപ്പോൾ നമ്മൾ 6 ബ്രാഞ്ചുകളുടെ നമ്മൾ വേറെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ടോട്ടൽ മൊത്തം 10 പേരാണ്, 6 പേര് കിട്ടി. ഇനി 4 പേരെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാണ്ട്. അതിനുവേണ്ടി നമ്മൾ മൊത്തം ഇതുവരെ നമ്മൾ നറുക്കെടുത്ത എല്ലാ ബാക്കിയുള്ളത് നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ 4 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ബഷീർ സാറെ ക്ഷണിക്കണം. ബഷീർ സാർ എന്ത് ചെയ്യും, അത് നിയന്ത്രിക്കും. ഓക്കെ, അത് മൊത്തം 4 എടുക്കാൻ 4 പേരെ വിളിച്ചോളൂ. നമ്മുടെ ആണുങ്ങളെടുത്ത് പെൺകുട്ടികൾ വന്നത്, പെൺകുട്ടികളുടെ ആൺകുട്ടികൾ വരും. അങ്ങനെ പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ആർക്കും നറുക്കെടുപ്പ് ബീന ടീച്ചറാണ്. ബീന ടീച്ചർ എടുത്തത് അനുശ്രീ S നായർ, പെൺകുട്ടിയാണ്. അരീക്കോട് ബ്രാഞ്ച്. രണ്ടാമത്തെ ഒരാൾ കിട്ടിയത് അനുശ്രീ S രണ്ടാമത്തേത് ലേണിംഗ് ആപ്പിന്റെ ഡയറക്ടർ മാജിദ ടീച്ചറാണ്. അടുത്ത ഭാഗ്യശാലി കിരൺ പി, വണ്ടൂർ ബ്രാഞ്ച്. കിരൺ പി വീണ്ടും ആൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. 2 ആൺകുട്ടികളായില്ല, 2 ആൺകുട്ടികളായി പെൺകുട്ടി. കിരൺ പി, വണ്ടൂർ ബ്രാഞ്ച്.
അടുത്ത സ്വപ്ന ടീച്ചർ ആയിക്കോട്ടെ. സ്വപ്ന ടീച്ചർ ബ്രാഞ്ചിന്റെ നെടുങ്കണ്ടമാണ്. കാളിയാവ് ഒരാൺകുട്ടി കേരളക്കാണ്. അടുത്ത ഭാഗ്യവാൻ അനന്യ പി, ഫിൻവേഴ്സ് ബ്രാഞ്ച് കരുവാരകുണ്ടാണ്. അനന്യ പി ആണ് അടുത്തത് കേട്ടോ. അനന്യ കരുവാറുണ്ട് ബ്രാഞ്ച് +2 ആണ് കേട്ടോ. ഫരീക്കോട് 2 കരുവാറുണ്ട് 2. അവസാനത്തെ നറുക്കാണ്, ഏറ്റവും ലാസ്റ്റ് നറുക്കാണ്. 10ാമത്തെ ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവനാണ്. അപ്പൊ അവസാനത്തെ നറുക്കെടുക്കുന്നത് ബിന്ദു ടീച്ചറാണ് അല്ലേ? വണ്ടൂർ ബ്രാഞ്ച് ബിന്ദു ടീച്ചറാണ്. അവസാനമായി ഹിബ ഫാത്തിമ വി, കരുവാരുണ്ട് ബ്രാഞ്ച്. കരുവാരുണ്ട് ബ്രാഞ്ച് 3 പേരാണ്. അപ്പൊ വളരെ ഭാഗ്യമുള്ള ബ്രാഞ്ചാണ് കരുവാരുണ്ട്. 3 പേരെയാണ് അവർക്ക് ചെക്കിന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൊത്തം പിന്നെ 10 പേർ നറുക്കെടുത്തു. നമ്മൾ അവരൊന്ന് വായിക്കാം. ഹിബ ഫാത്തിമ വി, കരുവാരകുണ്ട്. അനന്യ പി, കരുവാരകുണ്ട്. കിരൺ പി, വണ്ടൂർ. അനുശ്രീ എസ് നായർ, അരീക്കോട്. ഗൗതം ടി, നിലമ്പൂർ. തെൻഹ എ പി, അരീക്കോട്. ഫാത്തിമ സജ, കരുവാരകുണ്ട്. അനാമി എം കെ, കാളികാവ് ബ്രാഞ്ച്. ദേവിക പി, പൂക്കോട്ടുപാടം. ആൻഡ് അയ അഷ്മി, വണ്ടൂർ. ഇത്രയും പേരാണ് നമ്മളെ